ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിന് കല്യാണിയുടെയും കിരണിൻ്റെയൊക്കെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഗംഗപ്രസാദിനെ പിടികൂടാൻ ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. അയാളെ ഞാൻ എൻ്റെ പരമാവധി എൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാൻ അയാളെ പിടികൂടിയിരിക്കും എന്നുള്ള ഇങ്ങനെ ഒരു വാശിയിലേക്ക് സരയു പറയുന്നുണ്ട്. അപ്പോൾ നീ എന്ത് ചെയ്യാനാണെന്ന് കിരൺ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അച്ഛൻ അറിയാൻ പറ്റായിരിക്കും അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന്. അതെങ്ങനെ അറിയാനാടെ? അയാൾ അകത്തും ഗംഗ പുറത്തുമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് എന്തായാലും നമ്മുടെ സരയു ഒരു നാടകം അഭിനയിക്കാൻ വേണ്ടി ആ ജയിലിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് രാഹുലിനോട് പറയുന്നുണ്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതെ, ആ ഗംഗപ്രസാദ് അവനാണ് ചുണക്കുട്ടി. അവൻ കണ്ടില്ലേ കല്യാണിയുടെ അമ്മയെ തീർത്തിട്ട് പോയത്, അതുപോലെ ഒന്നും അച്ഛന് പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണിയുടെ അമ്മ മരിച്ചതിൽ മോൾക്ക് സന്തോഷമാണോ ഉള്ളത്? മോൾ അവരെയൊക്കെ സ്നേഹിച്ച് തുടങ്ങിയതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആര് സ്നേഹിക്കുന്നു? ഞാനോ? ഞാൻ സ്നേഹിച്ചതൊന്നുമല്ല. അതൊക്കെ എൻ്റെ ഒരു നാട്യം മാത്രമാണ് എൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി. ഒരിക്കലും എനിക്ക് അവരെ ഒന്ന് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ സരയു പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമായി കാണുകയാണ് രാഹുൽ. അപ്പൊ രാഹുൽ പറയുന്നുണ്ട് ശരിയാണ് മോളെ, ഞാനും ആലോചിച്ചു മോൾ ഇങ്ങനെയൊക്കെ മാറുമോ എന്ന്. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ ഗംഗ എന്ന് പറയുന്നവന് അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാർത്തികയെയും ലക്ഷ്മിയെയും മാത്രമല്ല കല്യാണിയെയും കിരണിനെയും തീർക്കുമെന്ന് പറഞ്ഞു തന്നെയാണ് നടക്കുന്നത്. അവരെന്തായാലും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരെ തീർക്കും. അപ്പോൾ ആ അവസരം മോള് മുതലാക്കണം. മോൾ എന്തായാലും അവൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറണം. കിരണിൻ്റെ കല്യാണി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയായി മോള് അവിടെ ഉണ്ടാകണം. അങ്ങനെ മാത്രമേ നമ്മൾക്കൊരു വിജയം ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് നമ്മുടെ സരയു മറുപടി പറയുകയാണ്. അപ്പോൾ ചിന്തിക്കണം മോളെ, എന്നാലേ നമുക്കിനി മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിലാവുള്ളൂ. ഇവിടെയുള്ളതിൻ്റെ കാര്യം അതെന്തായാലും ഞാൻ നോക്കിക്കോളാം. അപ്പോൾ സരയു പറയുന്നുണ്ട് എവിടെയാണാവോ ഈ ഗംഗപ്രസാദ്? ഗംഗപ്രസാദിനെ കാണുകയാണെങ്കിൽ ഒന്ന് നേരിട്ടൊന്ന് അഭിനന്ദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അവൻ്റെ കൂടെ നിന്ന് ഇവരെ തകർക്കാനായിട്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ എനിക്കും ചെയ്തു കൊടുക്കാലോ എന്ന് പറയുമ്പോഴും നമ്മുടെ രാഹുൽ ആ സത്യം വെളിപ്പെടുത്തുകയാണ്. രാഹുൽ പറയുന്നുണ്ട് ഇവിടെ നിന്നും ഒരു ജയിൽ പുള്ളി പുറത്ത് പോയപ്പോൾ അവനെ വിളിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഭീമാപ്പള്ളിയുടെ അടുത്ത് ഒരു കോളനിയിൽ ഒരു വീട്ടിൽ അവനുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആണോ? എന്തായാലും ഞാൻ പറ്റുമെങ്കിൽ അവനെ ഒന്ന് മീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടേക്ക് തിരികെ വരുമല്ലോ അവൻ. അപ്പോൾ എൻ്റെ അഭിനന്ദനം അറിയിച്ചേക്കണം അച്ഛൻ എന്ന് പറയുമ്പോൾ ശരി മോളെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സരയു അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും അച്ഛൻ്റെ മനസ്സിലുള്ള ആ ഒരു രഹസ്യം കിട്ടിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് സരയു പോകുന്നത്. എന്തായാലും രാഹുൽ അകത്ത് ചെന്നിട്ട് ആ ഒരു കുറ്റവാളിയോട് ഈ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. എൻ്റെ മോൾ അങ്ങനെയൊന്നും മാറില്ല, ഞാൻ വളർത്തിയ എൻ്റെ മകളാണ്. എന്തായാലും അവരോടൊക്കെ കാണിക്കുന്നത് ഒരു നാട്യം തന്നെയാണ്. അവരൊന്നും എൻ്റെ മകൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം പങ്കുവെക്കുകയാണ്. എന്തായാലും ഈ കാര്യം ഉടനെ തന്നെ നമ്മുടെ കിരണിനെ അറിയിക്കുകയാണ് സരയു. അപ്പോൾ സരയു എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ അച്ഛൻ്റെ വായിൽ നിന്ന് കിട്ടിയതാണ്. എന്തായാലും ഞാൻ അവിടെ ചെന്നൊരു നാടകം കളിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കല്യാണി ഇപ്പോഴും പൂർണ്ണമായിട്ട് ആ ഒരു പഴയ സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ കല്യാണി കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് മോള് നീ കരയാതിരിക്കും, നിൻ്റെ കണ്ണീരിന് ഞാൻ ഫലം എന്തായാലും കാണിക്കും. ആ ഗംഗ അവൻ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. എൻ്റെ കയ്യിൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർക്കും. അങ്ങനെ നിൻ്റെ മുന്നിൽ വന്ന് ഞാൻ നിന്ന് പറയും ഗംഗ ഇനി ഇല്ല ഈ ഭൂമിയിലെന്ന്. അത് ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണിക്ക് വാക്കു കൊടുക്കുകയും അവൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ഗംഗ താമസിക്കുന്ന വീട്ടിലേക്ക് കിരണും അതുപോലെ രതീഷും പിന്നെ നമ്മുടെ ബൈജുവും സരയും കൂടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവർ പാത്തും പതുങ്ങിയും ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. അവർ പുറകിലൂടെയുള്ള വാതിലിലൂടെ അകത്തേക്ക് കടന്നിട്ട് അവരെ കിട്ടിക്കഴിഞ്ഞാൽ തകർക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ മുറ്റത്ത് തന്നെ അവർ വന്ന ആംബുലൻസൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ അവർ ഭാഗത്തും നാലാളായി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വീട് മുഴുവൻ പരതിയിട്ടും നമ്മുടെ കിരണിനും സരയുനും രതീഷിനും ബൈജുവിനൊന്നും അവരെ അവിടെ പൊടി പോലും കാണാൻ സാധിക്കുന്നില്ല. അവരവിടെ ഇല്ല. സത്യത്തിൽ അവർ വേറൊരു സ്ഥലം തേടി മാറിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ തൽക്കാലം 3 വീടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും. എന്തായാലും അതിനേക്കാളും വലിയൊരു അപകടം നമ്മുടെ ഗംഗപ്രസാദ് വല വിരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും നിൽക്കുന്നത് ഗംഗപ്രസാദ്. അപ്പോൾ കിരണാണെങ്കിൽ ആകെ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ഒരു പക്ഷേ അവർ പുറത്തേക്ക് എങ്ങാനും പോയതായിരിക്കോ എന്നിങ്ങനെ സംശയിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറയാണ്. പക്ഷേ ഇവർ ഈ ഗംഗയും അതുപോലെ ഈ സ്റ്റെഫിയും കൂടിയിട്ട് വേഷമൊക്കെ മാറി, അതായത് ഗംഗയാണെങ്കിൽ ഒരു സന്യാസിയുടെ വേഷമാണ്, താടിയും മുടിയും ഒക്കെ വളർത്തിയിട്ട് ഒരു സന്യാസിയുടെ വേഷവും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെഫിയും ഏകദേശം ആ ഒരു വേഷത്തിൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരെ കയ്യിലൊരു ഭസ്മത്തട്ടും അതുപോലെ തന്നെ പൈസ ഇടാനുള്ളൊരു തട്ടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഭസ്മത്തട്ടിൻ്റെ മുകളിൽ ഒരു ചുവന്ന പട്ട് വിരിച്ചിട്ടുണ്ട്. ആ പട്ടിൻ്റെ അടിയിലാണ് തോക്ക് വെച്ചിട്ടുള്ളത്. എന്തായാലും അവിടേക്ക് കിരണിൻ്റെ വീട് ലക്ഷ്യമാക്കി തന്നെയാണ് അവൻ വീണ്ടും അവിടേക്ക് എത്തുന്നത്. കിരണിൻ്റെ അല്ല, ഈ പറയുന്ന കിരണിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കല്യാണി ഇപ്പോൾ അവിടെ ഇല്ല. കല്യാണിയെ രൂപ കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ തന്നെയല്ല അവിടെ ഉള്ളത് ഇപ്പോൾ പ്രകാശനും കാദംബരിയുമാണ്. പ്രകാശന് കൂട്ടായിട്ട് കാദംബരിയാണ് ഉള്ളത്. അപ്പോൾ വാതിൽ തുറക്കുന്നത് കാദംബരിയാണ്. അപ്പോൾ ഇവരുടെ ഈ വേഷം കാണുമ്പോൾ അവർക്ക് ഒരു സംശയം, കണ്ടാൽ ഒരു ഇത് ഗംഗയാണെന്നൊന്നും പറയുന്നില്ല, അത്ര വ്യത്യാസത്തിലാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് പ്രകാശനും ആ വാതിലിൻ്റെ അരികിലേക്ക് അങ്ങനെ വരികയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ തോക്കെടുക്കാൻ വേണ്ടി നമ്മുടെ ഗംഗ ശ്രമിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തായാലും ഇനി അടുത്തൊരു മരണം ആ വീട്ടിൽ അത് സംഭവിക്കില്ല, അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും സംഭവിക്കും. അതുപോലെ തന്നെ ഈ ഗംഗയെ അവിടെ വെച്ച് നമ്മുടെ കിരണായാലും രതീഷായാലും നല്ല രീതിയിൽ അവനെ തകർക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരു മരണം അവൻ്റെ കൈകൊണ്ട് ആർക്കും ഉണ്ടാവാൻ ഈ പറയുന്ന നമ്മുടെ കിരൺ അനുവദിക്കില്ല. അതുപോലെ തന്നെ കല്യാണിക്ക് വാക്കു കൊടുത്തതുപോലെ തന്നെ അവനെ തീർത്തിട്ട് അവനെ കൊല്ലുന്നൊരു ഭാഗമൊക്കെയാണ് എന്തായാലും അടുത്ത ആഴ്ചയിൽ കാണാൻ പോകുന്നത്. പക്ഷേ അതിനിടയിൽ കുറച്ചും കൂടിയും അവർ വിഷമിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവളാണെങ്കിൽ സരയു ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്. സരയുവിനും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും ഇതുപോലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ആ ഒരു ടെൻഷനിലും സരയുമുണ്ട്. കാരണം ഇവരെ സഹായിച്ചാൽ ഈ ഗംഗയെ തീർക്കാൻ ഇവരൊപ്പം നിന്ന് കഴിഞ്ഞാലാണ് മനോഹറിനെ തീർക്കാനുള്ളൊരു സഹായം കിരണിൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് കിട്ടുകയുള്ളൂ. ആ ഒരു ടെൻഷനും കൂടി സരയുവിൻ്റെ മനസ്സിലുണ്ട്. പിന്നെ തന്നെയല്ല കല്യാണിയാണെങ്കിൽ രൂപയുടെ വീട്ടിലാണ്. കല്യാണി അവിടെ ചെന്നതിന് ശേഷം രൂപയും ചന്ദ്രസേനയും യാമിനിയും ഒക്കെ ചേർന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ഭക്ഷണം കഴിപ്പിക്കാനും അതുപോലെ കുടിപ്പിക്കാനല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ, അവളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീപയുടെ ആ വീട്ടിലായൊരു സാന്നിധ്യം മാറിപ്പോകുമ്പോൾ തന്നെ അവൾക്ക് ചെറിയൊരു ആശ്വാസമാകുന്നുണ്ട്. കാരണം അവിടെ ആയിരുന്നപ്പോൾ അവൾക്ക് എവിടെ തിരിഞ്ഞാലും ദീപ നിൽക്കുന്നത് പോലെ, ദീപ സംസാരിക്കുന്നത് പോലെ, അരികിലുള്ളത് പോലെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു വിഷമം അവളെ വിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.